ഹൃദയം തകർന്നവർക്ക് സൗഖ്യവും ബദ്ധന്മാർക്ക് വിടുതലും. പ്രേയർ ആൻഡ് പവർ മിനിസ്ട്രീസ് ഒരുക്കുന്ന വേർഡ് ആൻഡ് പവർ എന്ന ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. ദീർഘവർഷങ്ങളായി കർത്താവിന്റെ മഹത്വമേറിയ ശുശ്രൂഷയിൽ ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ വചനപ്രഘോഷണം ചെയ്തു വരുന്ന കർത്തൃദാസൻ ഡോക്ടർ ജോർജ് വർഗീസ് എന്ന് നിങ്ങളോട് വചനം അറിയിക്കുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഏവരും പ്രാർത്ഥനയോടെ ശ്രവിച്ചാലും. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. കർത്താവിൽ പ്രിയരെ, വീണ്ടും ദൈവത്തിന് മാറ്റമില്ലാത്ത വചനവുമായി നിങ്ങളെ സന്ധിക്കുവാൻ ദൈവം അനുവാദം തരുന്ന ദൈവകൃപയോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എവരി മൊമെൻ്റ് ഈസ് എ മിറക്കിൾ. നമുക്ക് ദൈവം തരുന്ന ഓരോ മിനിറ്റും ഓരോ സെക്കൻഡും ദൈവത്തിൻ്റെ ദാനമാണ്. അതൊരു വലിയ അത്ഭുതം, മിറക്കിളായിട്ട് കാണും കേട്ടോ. എന്താ ഇങ്ങനെ പറയാൻ കാരണം? പ്രതീക്ഷിതമായ വിഷയങ്ങളുടെ മുഖത്ത്, ഓരോ പ്രശ്നങ്ങളുടെ മുഖത്ത് ആയിരങ്ങൾ ഈ ഭൂമിയുടെ പരപ്പിൽ നിന്ന് മാറ്റപ്പെടുന്ന ഒരു ലോകത്തിലാണ് നമ്മളായിരിക്കും. അവിടെ ദൈവത്തിൻ്റെ കരുണയാണെന്ന് ഓർത്ത് നന്ദി പറയാനും വിനയത്തോടെ ദൈവത്തെ സ്തുതിക്കാൻ തക്കവണ്ണം ദൈവം നമുക്കിടയാകട്ടെ. വേർഡ് ഇൻ പവർ, വചനം ശക്തിയിൽ, പ്രയർ ആൻഡ് പവർ മിനിസ്ട്രിയുടെ ആഭിമുഖ്യത്തിലുള്ള ഈ ശുശ്രൂഷ ഇത്രത്തോളം ദൈവം സഹായിച്ചു. പിന്തിരിഞ്ഞു നോക്കി നന്ദി പറഞ്ഞുകൊണ്ട് നിങ്ങളോടൊന്നിച്ച് ദൈവത്തെ സ്തുതിക്കട്ടെ. തുടർന്ന് തിരുനാമം മഹത്വപ്പെടുന്ന മണ്ഡലങ്ങൾ അനേകർക്ക് വിടുതലായി തീരാൻ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ, ഇതിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുമ്പോൾ നിങ്ങളുടെ പ്രാർത്ഥന വീണ്ടും അപേക്ഷിക്കുന്നു. പ്രിയപ്പെട്ടവരെ, കാലഘട്ടത്തിൻ്റെ ചുവരെഴുത്തുകൾ മനസ്സിലാക്കി പരിശുദ്ധാത്മാവിൽ ദൈവവചനം വ്യാഖ്യാനിച്ച് ജീവിതങ്ങളുടെ വിടുതൽ കണ്ട് സ്തോത്രം ചെയ്യാൻ തിരുനാമം മഹത്വപ്പെടാൻ ഇടയാകണം. അതാണ് പ്രാർത്ഥന. ആകയാൽ ദൈവത്തിന് സ്തോത്രം ചെയ്ത് വീണ്ടും വിനയപ്പെടുന്നു. ദൈവനാമം മഹത്വപ്പെടട്ടെ. കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ ഞാൻ ഓർമ്മിപ്പിച്ചതുപോലെ അനേകർ പ്രാർത്ഥനയ്ക്കായി വിളിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മളൊരു പുതിയ നാളുകളിലേക്കൊക്കെ കടന്നു വന്നിരിക്കുകയാണ് അല്ലേ. അല്ലെങ്കിൽ സംഭവകരമായ വർഷങ്ങൾ പിന്നിട്ട് പുതിയ വർഷങ്ങളിലൊക്കെ പ്രവേശിക്കുമ്പോൾ മുന്നോട്ടുള്ള ദിനങ്ങൾ എങ്ങനെയാ? കർത്താവേ, നിൻ്റെ കൃപ കൃപ കൃപ, കരുതൽ, കാവൽ, ഭദ്രത എല്ലാം തന്നോണേ എന്ന് പ്രാർത്ഥിക്കാൻ ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. ദൈവം നാം മഹത്വപ്പെട്ടെ. ഒരു നിമിഷം കൂടെ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ സഹായിക്കും. നിത്യനായ ദൈവമേ, സ്വർഗ്ഗപിതാവേ, അവിടുത്തെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വമുള്ള നാമം ഈ മണിക്കൂറുകളിൽ ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്ന കർത്താവേ, സ്തോത്രം. പിന്തിരിഞ്ഞു നോക്കി നന്ദി പറയട്ടെ. ഇത്രത്തോളം ഞങ്ങളെ നടത്തിയല്ലോ, കൊണ്ടെത്തിച്ചല്ലോ കർത്താവേ. അനേകം ഞെട്ടിപ്പിക്കുന്ന സംഭവങ്ങൾ ലോകത്തെ വിഴുങ്ങിക്കളഞ്ഞപ്പോൾ സാധുക്കളെ ജീവനുള്ള ദൈവത്തിൻ്റെ കരതലങ്ങളിൽ സൂക്ഷിച്ച് ഇത്രത്തോളം കൊണ്ടെത്തിച്ചല്ലോ. നന്ദി പറയുന്നു. മുന്നോട്ടുള്ള ദിവസങ്ങൾ ഞങ്ങൾക്ക് അനുഗ്രഹമാകണം. ഞങ്ങളെ കൊണ്ട് ദൈവനാമം മഹത്വപ്പെടണം. ഞങ്ങളെ കൊണ്ട് ജീവിതങ്ങൾക്ക് വിടുതൽ ഉണ്ടാകണം, ആശ്വാസം ലഭിക്കണം, സൗഖ്യം ലഭിക്കണം കർത്താവേ. അതൊക്കെ ഞങ്ങളുടെ പ്രാർത്ഥനയാണ്. ദൈവം കഴിഞ്ഞ നാളെ ഞങ്ങളെ സഹായിച്ചല്ലോ. പിന്നെയും വിടുതലിൻ്റെ ശുശ്രൂഷ ചെയ്യാൻ വരം തരണം. പ്രത്യേകിച്ച് ഈ ശുശ്രൂഷ നിൻ്റെ സാന്നിധ്യം തന്നാട്ട് ഈ മണിക്കൂറുകൾ വലിയ ദൈവകൃപയോടെ നിൻ്റെ വചനം പറയാൻ എളിയവന് വരവും കൃപയും തരണം. ദൈവിക ജ്ഞാനത്തോടെ പരിശുദ്ധാത്മശക്തിയിൽ നിർത്തണമേ. തിരുനാമം മഹത്വപ്പെടണം. വചനം കേൾക്കുന്നവരുടെ മേൽ പരിശുദ്ധാത്മാവ് പരിവർത്തിക്കണം. സ്വർഗം മഹത്വം എടുക്കണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. അവിടെ നമുക്ക് ദൈവവചന ധ്യാനത്തിലേക്ക് കടന്നു വരാം. പരിശുദ്ധാത്മാവിൻ്റെ ഉള്ളത് പ്രകാശം തന്നൊരു വേദവചനം വിശുദ്ധ ലൂക്കോസ് 7-ാം അധ്യായം 2 മുതൽ 10 വരെയുള്ള വചനങ്ങളാണ്. അത് ഒരു സംഭവം കർത്താവ് പരസ്യ ശുശ്രൂഷയുടെ കാലയളവിൽ സംഭവിച്ചു. ഞാൻ വായിക്കാം. അവിടെ ഒരു ശതാധിപന് പ്രിയനായ ദാസൻ ദീനം പിടിച്ച് മരിപ്പാറായിരുന്നു. അവൻ യേശുവിൻ്റെ വസ്തുത കേട്ടിട്ട് അവൻ തൻ്റെ ദാസനെ രക്ഷിക്കേണ്ടതിന് അവനോട് അപേക്ഷിപ്പാൻ യഹൂദന്മാരുടെ മൂപ്പന്മാരെ അവൻ്റെ അടുക്കൽ അയച്ചു. അവർ യേശുവിൻ്റെ അടുക്കൽ വന്ന് അവനോട് താല്പര്യമായി അപേക്ഷിച്ചു, നീ അത് ചെയ്തു കൊടുപ്പാൻ അവന് യോഗ്യനോ, നമ്മുടെ ജനത്തെ സ്നേഹിക്കുന്നു, ഞങ്ങൾക്കൊരു പള്ളിയും തീർപ്പിച്ച് തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. യേശു അവരോടുകൂടെ പോയി വീട്ടിനോട് അടുക്കാറായപ്പോൾ ശതാധിപൻ സ്നേഹിതന്മാരെ അവൻ്റെ അടുക്കൽ അയച്ചു. കർത്താവേ, പ്രയാസപ്പെടേണ്ട, നീ എൻ്റെ പുരയ്ക്കകത്ത് വരാൻ ഞാൻ യോഗ്യനല്ല, ഞാൻ പോരാത്തവൻ. അതുകൊണ്ട് നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ എൻ്റെ ബാല്യക്കാരന് സൗഖ്യം വരും. ഞാനും അധികാരത്തിന് കീഴ്പ്പെട്ട മനുഷ്യൻ, എൻ്റെ കീഴിൽ പടയാളികളുണ്ട്. ഒരുവനോട് പോകുക എന്ന് പറഞ്ഞാൽ അവൻ പോകുന്നു, മറ്റൊന്നിനോട് വരിക എന്ന് പറഞ്ഞാൽ വരുന്നു. യേശു അത് കേട്ടിട്ട് അവങ്കിൽ ആശ്ചര്യപ്പെട്ടു. തിരിഞ്ഞു നോക്കി അനുഗമിക്കുന്ന കൂട്ടത്തോടെ, ഇസ്രായേലിൽ കൂടെ ഇങ്ങനൊരു വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നെന്ന് പറഞ്ഞു. ശതാധിപൻ വീട്ടിൽ മടങ്ങിയെത്തുന്നപ്പോൾ ദാസനെ സൗഖ്യത്തോടെ കണ്ടു. ഇതാ വിഷയം. നമുക്കറിയാവുന്ന വിഷയമല്ലേ ആട്ടെ. എങ്കിലും അതിനകത്തുള്ള അന്തർലീനമായിരിക്കുന്ന സത്യങ്ങളെ ഒന്നുകൂടെ ഓർപ്പിക്കാൻ പരിശുദ്ധാത്മാവിൻ്റെ ഉള്ളത്തിൽ പ്രേരണ.
ശതാധിപന് പ്രിയനായ ദാസൻ എന്നാണ് ഇവിടെ രേഖപ്പെടുത്തുന്നത്. അപ്പം ദാസനോടൊരു സ്നേഹവും കരുതലും ഒക്കെ ഉണ്ടല്ലേ. പക്ഷെ ദീനം പിടിച്ച് മരിപ്പാറായി. അവൻ യേശുവിൻ്റെ വസ്തുത കേട്ടിട്ടാണ് തൻ്റെ ദാസനെ രക്ഷിക്കേണ്ടതിന് അവനോട് അപേക്ഷിപ്പാൻ യഹൂദന്മാരുടെ മൂപ്പന്മാരെ ആയിരിക്കും. അവർ വന്ന് വളരെ താല്പര്യമായി അപേക്ഷിച്ചു വന്ന. എന്നിട്ട് കർത്താവിനോട് പറഞ്ഞു, നീ ഇത് ചെയ്തു കൊടുക്കാൻ യോഗ്യനാണ്. തന്നെ നമ്മുടെ ജനത്തെ സ്നേഹിക്കുന്നു, മാത്രമല്ല ഞങ്ങൾക്കൊരു പള്ളിയും പണിയിച്ച് തന്നിരിക്കുന്നു അല്ലേ. യേശു അവരോടുകൂടെ പോയി എന്നാണ് നമ്മൾ വായിച്ചത്. മറ്റൊരുത്തൻ്റെ വേദന കേട്ടാൽ, ഭാരം കേട്ടാൽ, കണ്ണുനീര് കണ്ടാലൊക്കെ മനസ്സലിയുന്നൊരു ദൈവമാണ് നമ്മുടെ ദൈവം. അവരോടുകൂടെ പോയി. പക്ഷെ വീടിനോട് അടുക്കാറായപ്പോൾ ഈ ശതാധിപൻ എന്തോ ചെയ്തു? സ്നേഹിതന്മാരെ അവൻ്റെ അടുക്കലോട്ട് പറഞ്ഞു യേശുവിനോട് പറയാൻ, എന്തുവാ, നീ ഇങ്ങോട്ട് വരണ്ട, പ്രയാസപ്പെടണ്ട കർത്താവേ, നീ എൻ്റെ പെരയ്ക്കകത്ത് വരുവാൻ ഞാൻ യോഗ്യനല്ല, ഞാൻ പോരാത്തവൻ എന്നാണ് നമ്മളിവിടെ വായിച്ചല്ലേ. അതിന് ഞാൻ യോഗ്യൻ എന്നെനിക്ക് തോന്നിയിട്ടില്ല. ശ്രദ്ധിക്കണേ. എന്നാൽ നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ അവിടെ നിന്നുകൊണ്ട് കൽപ്പിച്ചാൽ മതി, എൻ്റെ ബാല്യക്കാരന് സൗഖ്യം വരും. അതാ പറഞ്ഞത് കേട്ടോ. ഇത് പറഞ്ഞിട്ട് ഒരു കാര്യം കൂടെ പറഞ്ഞു, എൻ്റെ കീഴിൽ പടയാളികളുണ്ട്, ഒരുത്തനോട് വരാൻ പറഞ്ഞാൽ വരും, ഒരുത്തനോട് പോകാൻ പറഞ്ഞാൽ പോകും എന്നൊക്കെ ഇവിടെ പറയുന്നുണ്ട് അല്ലേ. ഇത് കണ്ടിട്ട് കാരണം കർത്താവ് പറഞ്ഞ് അത്ഭുതപ്പെട്ടിട്ട് പറഞ്ഞു, ഓ, ഈ മനുഷ്യൻ്റെ വിശ്വാസം കണ്ടിട്ട് ആശ്ചര്യപ്പെട്ടു. ഈ മാർബിൾഡ്. എന്താണ് കർത്താവ് അത്ഭുതപ്പെടാൻ കാരണം? അല്ലെ, ആരാണ് ഈ മനുഷ്യൻ? നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? എന്താണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത? റോമൻ സൈന്യത്തിലെ ഒരു പടയാളി എന്ന് പറയുമ്പോൾ സാധാരണ പടയാളിയല്ല, സെഞ്ചൂറിയൻ, ശതാധിപൻ, 100 പേരുടെ അധിപൻ. ഈ മനുഷ്യൻ തൻ്റേതല്ലാത്ത, തൻ്റെ പരിധിയിൽ വരാത്ത ഒരു കാര്യത്തിൽ ഇടപെടേണ്ട കാര്യമുണ്ടോ? ശ്രദ്ധിക്കണേ. എന്നാൽ രോഗം പിടിച്ചു കിടക്കുന്നതിൻ്റെ ദാസന്റെ കാര്യത്തിൽ അതിലിടപെടാൻ താല്പര്യപ്പെടുന്നത്, അത് പരിശോധിച്ചാൽ അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിൻ്റെ ചില ശ്രേഷ്ഠതകൾ ദർശിക്കാൻ കഴിയും. ഇവിടെ കിട്ടിയല്ലോ, മനസ്സിലായല്ലോ. ഒരു സെഞ്ചൂറിയൻ എവിടെയാണ്, അദ്ദേഹത്തിൻ്റെ ദാസൻ എവിടെയാണ്. ഈ ഒരു വലിയ ഡിസ്റ്റൻസ് ഉണ്ട്, അതിന് നടുവിലാണ് ഈ ഒരു ചെറിയ വിഷയത്തെ മനുഷ്യനുണ്ട്. അത് ഞാൻ പറയാൻ പോവാം. അപ്പോൾ എന്താ ഇദ്ദേഹത്തിൻ്റെ ക്വാളിറ്റി, പ്രത്യേകത എന്നാ? ഹീ ഹാഡ് എ ഹാർട്ട് ഓഫ് കൺസേൺ. കരുതലുള്ള, താങ്ങുന്ന, കെയർ ചെയ്യുന്ന ഒരു ഹൃദയം അവനുണ്ടായിരുന്നു. മറ്റുള്ളവൻ്റെ വേദന കണ്ട് കഠിനപ്പെട്ടു പോകുന്നവനായിട്ടല്ല, അതുകൊണ്ട് മനസ്സലിഞ്ഞ് അതിനെന്ത് സഹായം ചെയ്യാൻ കഴിയും, കൂട്ടുകാരനെക്കുറിച്ച് അല്ലെ മറ്റുള്ളവരെക്കുറിച്ച് കരുതലുള്ള ഒരു ഹൃദയത്തിൻ്റെ ഉടമയായിരുന്നു. ഇവിടെ ആർക്ക് വേണ്ടിയാ കരുതൽ? മുമ്പ് ഞാൻ ഓർമ്മിപ്പിച്ചതുപോലെ ഒരു ബാല്യക്കാരൻ, എ സെർവൻറ്റ്. അവൻ പക്ഷപാതം പിടിച്ച് മരിക്കാറായി കിടക്കുക. അവൻ സെർവൻ്റ് അല്ലേ, അവൻ മരിക്കട്ടെ. അവൻ മരിച്ചാൽ വേറൊരുത്തനെ അപ്പോയിൻ്റ് ചെയ്താൽ പോരെ, എത്ര ജോലിക്കാരെ കിട്ടും എന്ന് ചിന്തിച്ചോ? ഇല്ല. ദൈവത്തിന് സ്തോത്രം ചെയ്യാം. അവനെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണം, അവൻ്റെ വേദനയിൽ നിന്ന് അവന് വിടുതൽ കിട്ടണം. ഇതാണ് ശതാധിപൻ്റെ ആഗ്രഹം. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, നിശ്ചയമായും അതുവരെ അവന് ലഭിക്കാമായിരുന്ന വൈദ്യസഹായം ഒക്കെ കൊടുത്തു കാണും. അതുകൊണ്ടൊന്നും ഫലം വന്നില്ല അല്ലേ. അല്ല, ഓടിച്ചെന്ന് കർത്താവിനോട് അങ്ങ് പറയായിരുന്നില്ല. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കണം, യേശുവിൻ്റെ പ്രസംഗമൊന്നും ഈ ശതാധിപൻ കേട്ടതായിട്ടൊന്നും ഇവിടെ രേഖപ്പെടുത്തിയിട്ടില്ല. പക്ഷേ യേശുവിൽ കൂടെ നടക്കുന്ന അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ കേട്ടിരിക്കാം. അതാണല്ലോ ഇങ്ങനൊരു പ്രേരണ ഉണ്ടാകാൻ കാരണം. പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കണമേ, റോമൻ സൈന്യത്തിൻ്റെ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥൻ,
ഉയർന്ന സ്ഥാനം വഹിക്കുന്ന ഒരു ഓഫീസർ ആയിരുന്നിട്ടും വേദനിക്കുന്ന ഒരുവന്റെ വിഷയത്തിൽ ഇടപെടാൻ അവന് മനസ്സുണ്ടായി. ആ വിഷയത്തിൽ അവൻ ഭാരമുള്ളവനായിരുന്നു. അതുകൊണ്ട് എന്ത് ചെയ്തു? ഹി ട്രൈഡ് ഫോർ ഹിസ് ഡെലിവറൻസ്. അവൻ്റെ വിടുതലിന് വേണ്ടി അവൻ ശ്രമിക്കുകയാണ്. ഏതെങ്കിലും വിധത്തിൽ ഇവനൊരു സൗഖ്യം കിട്ടണം, അവനൊരു വിടുതൽ കിട്ടണം, അവൻ്റെ പ്രശ്നത്തിന് അവന് വിടുതൽ കിട്ടണം. എ ഹാർട്ട് ഓഫ് കൺസേൺ. ശാന്തമായി പരിശോധിക്കണേ. ആരാണ് ഉയർന്ന സ്ഥാനത്തിരിക്കുന്ന മനുഷ്യൻ? അവൻ്റെ ഏറ്റവും ഒരു താഴെയുള്ള ഒരു സെർവൻറ്റിന് വേണ്ടിയാണ് ഈ ചെയ്യുന്നത്. അവൻ്റെ കൺസേൺ, അവൻ്റെ കരുതൽ. നമ്മളെങ്ങനെയുണ്ട്? ഇന്നത്തെ ലോകത്തിൻ്റെ പോക്ക് എങ്ങോട്ടാ? കരുതലുണ്ടോ മറ്റുള്ളവരെ കുറിച്ച്? ഇന്നത്തെ ലോകം ആകമാനം തിരിഞ്ഞില്ലേ? എങ്ങോട്ടാ? നമ്മുടെ കാര്യം. ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്, പൗലോസ് നൂറ്റാണ്ടുകൾക്കപ്പുറത്ത് പറഞ്ഞൊരു വചനം, 2 തീമോഥെയോസ് 3:1. എന്താ? അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരുമെന്നറിയാം, മനുഷ്യ സ്വസ്നേഹികൾ ഒന്നാമത് പറഞ്ഞേക്കുക. പിന്നെ കുറച്ച് കാര്യം ഇതിന് പുറകെ പറഞ്ഞിട്ടുണ്ട്. അതൊന്നാമത് പറഞ്ഞേ, സ്വസ്നേഹികൾ. സ്വയം അവനവൻ്റെ കാര്യം മതി, മറ്റുള്ളവൻ എന്തുമായിക്കോട്ടെ, എന്തെല്ലാം കഷ്ടത്തിൽ കൂടെ പോയാലും എന്തോ എനിക്ക് വിഷയമല്ല. യെരൂശലേമിൽ നിന്ന് യെരിഹോവിലേക്ക് പോയ കള്ളൻ, ഒരു മനുഷ്യൻ കള്ളൻ്റെ കയ്യിൽ പിടിക്കപ്പെട്ട കാര്യം നമ്മൾ വായിക്കുന്നുണ്ട് തിരുവെഴുത്ത്. അപ്പം ഈ കള്ളൻ്റെ തിയോളജി എന്നാ? ലെറ്റ് ഹിം ക്രൈ, ലെറ്റ് ഹിം ഡൈ. അവൻ കരയോ അവൻ ചാവുകയോ ചിരിക്കട്ടെ, എനിക്കെന്നെ. ഇന്നത്തെ സമൂഹത്തിൻ്റെ ഒരു മാനസികാവസ്ഥ അങ്ങനല്ലയോ? എവിടെയുണ്ട് കരുണയുടെ കരം? എവിടെയുണ്ട് കരുതലിൻ്റെ കരം? അങ്ങനെയുള്ളവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു കേട്ടോ. വല്ല വിധേനയും നമ്മുടെ ജീവിതം കൊണ്ട് മറ്റൊരുത്തിനും പ്രയോജനം ഉണ്ടാകും. അതിൽ ആ ദൈവം പ്രസാദിക്കും. ഒരു ജീവിതം ഇവിടെ വന്ന് കുറച്ച് നാൾ തിന്നു കുടിച്ച് അവസാനിച്ച് പോയി ഒന്നും നടക്കുന്നില്ലെങ്കിൽ നിന്നെക്കൊണ്ട് ഒരു പ്രയോജനമില്ലേ, പിന്നെ എന്നാ? പ്രിയപ്പെട്ടവരെ, സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കട്ടെ, ദൈവത്തിന് സ്തോത്രം. നമുക്ക് ചെയ്യാൻ കഴിയുന്ന സഹായങ്ങൾ ചെയ്യണം, നമുക്ക് ചെയ്യാൻ കഴിയുന്ന കരുതലുകൾ ചെയ്യണം. എല്ലാവർക്കും എല്ലാം ഒന്നും ചെയ്യാൻ, ബട്ട് വിതിൻ്റെ ലിമിറ്റഡ് പെരിഫറി, നിങ്ങളുടെ അതിരിനുള്ളിൽ നിന്നുകൊണ്ട് ചെയ്യാവുന്നത് ചെയ്യാൻ നമുക്കെല്ലാവർക്കും കഴിയട്ടെ. സ്തോത്രം. എന്താ ഇങ്ങനെ പറയുന്നതെന്നറിയാമോ? കർത്താവ് പറഞ്ഞു, ഈ ചെറിയവരിൽ ഒരുവന് ചെയ്തത് എനിക്ക് ചെയ്തു. തക്ക സമയത്ത് ചെയ്യാൻ കഴിയുന്ന സഹായങ്ങൾ ചെയ്യട്ടെ, മറ്റുള്ളവരെ കരുതാൻ കഴിയട്ടെ, മറ്റുള്ള വേദനയിൽ ദുഃഖിക്കുന്നൊരു ഹൃദയമുണ്ടാകട്ടെ. ദ നോബിൾ മാൻ, ശതാധിപൻ, കരുതലുള്ള ഹൃദയത്തിൻ്റെ ഉടമയായിരുന്നു. അങ്ങനെ ആയിരിക്കാൻ നമുക്ക് ഇടയാകട്ടെ. 2, he had a heart of humility. രണ്ടാമത് അവൻ്റെ ഗുണം എന്നാ? ഗുണവിശേഷത എന്നാ? ശ്രദ്ധിച്ചോ? താഴ്മയുള്ളൊരു ഹൃദയം. അതായിരുന്നു ഈ ശതാധിപൻ്റെ രണ്ടാമത്തെ ഗുണം. നമ്മൾ പറഞ്ഞല്ലോ, ഈ റോമൻ ആർമിയിലെ ഒരു സെഞ്ചൂറിയൻ ഒരു ശതാധിപനായിരുന്നു എന്നുള്ളത്. അതോറിറ്റി ഉള്ളൊരു മനുഷ്യൻ, അധികാരമുള്ളൊരു മനുഷ്യൻ. എങ്കിലും yet he was willing to come to Jesus. യഹൂദിയയിലെ പ്രസംഗിക്കുന്ന ഒരുത്തൻ അല്ലെ വന്നിരിക്കുന്നു, കുറച്ച് നാളായിട്ട് അവിടെ പ്രസംഗിക്കുന്ന അല്ലെങ്കിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി എന്നുള്ളതേ ഉള്ളൂ. യേശുവിന് അന്ന് അസുറയത്തിലെ തച്ചൻ്റെ മോൻ റോമൻ സെഞ്ചൂറിയൻ ഇതിൻ്റെ അടുക്ക് പോകേണ്ട കാര്യമുണ്ടോ? പക്ഷെ അതിനുള്ള വിനയം ഉണ്ടായിരുന്നു. ആ വിനയമുള്ള ഹൃദയത്തിൻ്റെ ഉടമയായിരുന്നു കേട്ടോ. അവൻ തന്നെത്താൻ താഴ്ത്തി. പ്രിയപ്പെട്ടവരെ, അവൻ്റെ പൊസിഷൻ ഒന്നും ഓർക്കാതെ, അവൻ്റെ സ്ഥാനം ഒന്നും ചിന്തിക്കാതെ അവിടുന്ന് ഇറങ്ങി വന്ന കർത്താവിൻ്റെ അടുക്കൽ ചെന്ന് കാര്യം പറയാനായിട്ട് മനസ്സ് വെച്ചതെന്ന് നമ്മൾ മനസ്സിലാക്കും. പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ചോ, ശതാധിപൻ, എൻ്റെ കീഴിൽ പടയാളികളുണ്ട്. ഒരുത്തനോട് വരിക എന്ന് പറഞ്ഞാൽ അവൻ വരും, ഒരുത്തനോട് പോവാന്ന് പറഞ്ഞാൽ പോവും. ദാറ്റ് മീൻസ് ഐ ആം എ മാൻ ഓഫ് അതോറിറ്റി. ഞാൻ അധികാരമുള്ളൊരു മനുഷ്യനാണ്. എന്നാൽ ഞാൻ ഈ അധികാരത്തിൻ്റെ ഒന്നും കീഴിലല്ല. ഇപ്പം ഇതൊന്നും എനിക്ക് വിഷയമല്ല. എനിക്ക് എൻ്റെ ദാസന് വിടുതൽ കിട്ടണം, അതിനെന്തും ചെയ്യാൻ ഞാൻ തയ്യാറാണ്. അല്ലേ? അതല്ലേ എൻ്റെ അർത്ഥം? സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കട്ടെ, ദൈവത്തിന് സ്തോത്രം.
വിനയത്തിൻ്റെ എത്ര മഹത്തായ മാതൃകയായത് അല്ലേ? സ്തോത്രം ചെയ്യാം. നമ്മളങ്ങനെ ഒന്ന് പരിശോധിക്കുമോ? മുമ്പേ ഞാൻ ഓർമ്മ, ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഇല്ലാത്ത ഒന്നാണ് ഈ ഹ്യൂമിലിറ്റി. താഴ്മയില്ല. എല്ലാവരും വലിയ പുള്ളികളാണ്. താണു കൊടുക്കാൻ ആർക്കും മനസ്സില്ല. എന്തെങ്കിലുമൊക്കെ ഇച്ചിരി സ്ഥാനം കിട്ടുമ്പോഴത്തേക്ക് പിന്നെയും അങ്ങ് കളരുക. അതല്ല ദൈവപ്രവൃത്തി. ദൈവത്തിൻ്റെ രീതി അതല്ല. ദൈവ പ്രമാണങ്ങൾ അതല്ല. ശിരസ് സത്വർക്കുയര സമൃദ്ധിയിൽ ഏതെങ്കിലും വിധത്തിലൊക്കെ നമുക്ക് നന്മ കിട്ടുമ്പോൾ, ആത്മീയമാകട്ടെ ഭൗതികമാകട്ടെ, ഒക്കെ കുറച്ചുകൂടെ വിനയപ്പെടാനിടയാകണം. ദുഃഖത്തോടെ പറയട്ടെ, വിനയമെവിടെ? വിനയത്തിൻ്റെ ഉടമകളാകുന്നില്ലെങ്കിൽ എന്താ ഫലം? ഇത് കാര്യം പറയാം. പഴവന്മാർ പറഞ്ഞ് നമ്മൾ പറയുന്ന താണ നിലത്തെ നീരോടു, അവിടെ ദൈവം തുണ ചെയ്യും എന്ന് മാത്രമല്ല, തിരുവെഴുത്ത് തന്നെ പറയുന്നു, തന്നെത്താൻ താഴ്ത്തുന്നവനൊക്കെ ഉയർത്തപ്പെടും. മറ്റേ ദിവസം ഞാൻ പറയണ്ടല്ലോ. അതുകൊണ്ട് ദൈവസന്നിധി താഴുവാൻ നമുക്കിടയാകട്ടെ. സമൂഹത്തിൽ താഴ്മയുള്ളവരായി ജീവിപ്പാൻ, അഹങ്കാരമില്ലാത്തവരായി വിനയത്തോടെ ജീവിപ്പാൻ ഇടയാകട്ടെ. ദൈവത്തിന് സ്തോത്രം. അഹങ്കാരത്തിൻ്റെ എന്തെങ്കിലും കണികയുണ്ടെന്ന് വിട്ടുകളയണം. ദൈവത്തിന് സ്തോത്രം. 3, he didn't boast on his achievements. തൻ്റെ കഴിവുകളിലും പ്രാപ്തികളിലും ഒന്നും താൻ അഹങ്കരിച്ചില്ല. അതിനൊന്നും വലിയ പ്രശംസയും എടുത്തില്ല. ശ്രദ്ധിച്ചോ? ബാല്യക്കാരൻ്റെ രോഗവിവരം പറയാൻ വന്നപ്പോൾ കൂടെ വന്നവരാ പറഞ്ഞത്, അവൻ ഞങ്ങൾക്ക് പള്ളിയൊക്കെ പണിയിച്ചു തന്നിട്ടുണ്ടെന്നുള്ളത്. ഞാൻ അത് ചെയ്തു ഇത് ചെയ്തു എന്നൊന്നും പറയാൻ കർത്താവിൻ്റെ അടുക്കലൊന്നും സമയം കണ്ടെത്തി ചെന്നില്ല, പറഞ്ഞുമില്ല. അതും ഒരു നല്ല മാതൃകയല്ലേ? സ്തോത്രം. ഇന്നത്തെ സമൂഹം എങ്ങനെ എന്തെങ്കിലും ഒന്ന് ചെയ്താൽ അതെല്ലാം പൊക്കിപ്പിടിക്കണം. പൊക്കിപ്പിടിക്കുന്നവരാ അല്ലേ? അതിന് പരസ്യപ്പെടുത്താനും വെമ്പൽ കൊള്ളുക, ഓടുക. അത് നമ്മൾ ദർശിക്കുക അല്ലേ? പേര് പ്രസിദ്ധപ്പെടുത്തുന്നിടത്ത് പണം കൊടുക്കാൻ പലരുമുണ്ട്. ഒരു പാവപ്പെട്ടവനെ സഹായിക്കാനുണ്ടോ? ശാന്തമായി പരിശോധിക്കും. പേര് പണം കൊടുക്കുന്നിടത്ത് പേരെഴുതുന്നതാണെങ്കിൽ ആദ്യം എഴുതണം. അതിന് വരച്ചടിക്കുന്ന ഒരു കൂട്ടം സമൂഹം. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ സ്തോത്രമാണ്. ഇന്നത്തെ സമൂഹത്തിൻ്റെ വേറൊരു പ്രശ്നം എന്താണെന്നറിയാം? ഒരു പേരുണ്ടാക്കണം. ടു മേക്ക് എ നെയിം ഫോർ അസ്. എങ്ങനെയെങ്കിലും ഞാനാണ് വലിയ പുള്ളി, ഞാനത് ചെയ്തു, ഞാൻ ഇത് ചെയ്തു എന്ന് കാണിക്കാൻ. എന്നാ ഗുണം? എന്തോ ഗുണം? 0. ഒന്നിനും പ്രശംസിക്കാനില്ല കേട്ടോ. ഓർത്തോണം, ദൈവം തരുന്ന ചെറിയ ആയുസ് പ്രയോജനകരമായി തീരട്ടെ. ദൈവം നമ്മെ താങ്ങുന്നില്ലെങ്കിൽ നമുക്ക് എന്താ പ്രിയപ്പെട്ടവരെ? നിശ്ചയമായി മറ്റുള്ളവരെ സഹായിക്കാൻ ചെയ്യാവുന്ന സഹായങ്ങളൊക്കെ ചെയ്യാൻ കഴിയണം. പേരിന് വേണ്ടിയല്ല, മറ്റൊരുത്തിന് സഹായമായി തീരണം. അപ്പോൾ ദൈവനാമം മഹത്വപ്പെടും. അവൻ ദൈവത്തെ സ്തുതിക്കും. മനസ്സിലായോ? ഞാൻ പലപ്പോഴും ചിന്തിക്കുന്നതും പ്രസംഗത്തിൽ ഓർമ്മിപ്പിക്കുന്നതാണ്. ഒരു പാവപ്പെട്ടവൻ വലിയ ആവശ്യത്തിന് മുഖത്ത് ദുഃഖത്തിൽ നിന്ന് കരയുക, കർത്താവേ ഈ വിഷയത്തിൽ എനിക്ക് ആരും സഹായിക്കുമെന്ന് പറഞ്ഞു. അനേക നാൾ അവൻ കരയുമ്പോഴായിരിക്കും നമ്മുടെ ഒരു സഹായം അവൻ്റെ കയ്യിൽ ചെല്ലുന്നത്. അന്നേരം അവൻ എന്തോ ചെയ്യും? അവൻ ദൈവത്തെ സ്തുതിക്കും. അവൻ ദൈവത്തെ സ്തുതിച്ചാൽ ആ സ്തുതിയുടെ കാരണമായത് ആരാന്ന് ദൈവം ചിന്തിക്കും, അന്വേഷിക്കും. അതിന് എൻക്വയറി ഒന്നും വിടണ്ട, ദൈവത്തിന് അറിയാം. അപ്പം തമ്പുരാൻ എന്ത് ചെയ്യുമെന്നറിയാമോ? അനുഗ്രഹത്തിൻ്റെ വലിയൊരു മിസൈൽ അവൻ്റെ കുടുംബത്തിലേക്ക് അയക്കും. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് അങ്ങനെ സഹായിപ്പാൻ നമുക്ക് കഴിയട്ടെ പ്രിയപ്പെട്ടവരെ. ദൈവത്തിന് സ്തോത്രം. ആരും അറിയണ്ട. വേദപുസ്തകം പറയുന്നു, വലം കൈ ചെയ്യുന്നത് ഇടം കൈ അറിയരുത്. അങ്ങനെ മാതൃകയുള്ളവരായിരിക്കാൻ രഹസ്യത്തിൽ കാണുന്ന പിതാവ് പ്രതിഫലം തരും എന്ന് വിശ്വസിച്ച് സ്തോത്രം ചെയ്യാൻ ദൈവം നമുക്കിടയാക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. 4, ഹി ഹാഡ് എ ഗ്രേറ്റ് ഫെയ്ത്ത്. നല്ല വിശ്വാസം അല്ലേ? എന്താ ഇവിടെ പറഞ്ഞു? നീ എൻ്റെ പുരയ്ക്കകത്ത് വരാൻ ഞാൻ യോഗ്യനല്ല, നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ എൻ്റെ ബാല്യക്കാരന് സൗഖ്യം വരും. ഈ വിശ്വാസം കർത്താവിന് വളരെ മതിപ്പുളവാക്കി. He was highly impressed on the faith of this man. വളരെ മതിപ്പുളവായി. ഇത്ര വലിയ വിശ്വാസം അല്ലേ?
എന്ന് കർത്താവ് പറയുക. തിരുവഴുത്ത് 2 സ്ഥലങ്ങളിലാണ് ഇങ്ങനെ ഇത്ര വലിയ വിശ്വാസം എന്ന് പറഞ്ഞ് കർത്താവ് അത്ഭുതപ്പെട്ടിരിക്കുന്നു. ഒന്ന് മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം 28-ാം വാക്യത്തിൽ നമ്മൾ വായിക്കും. സുറഫനയ്ക്കാരി സ്ത്രീയുടെ മകളുടെ ഭൂതോപദ്രവം ഹേതുവായി അവൾ വന്ന് കർത്താവിനോട് പറയുന്ന സമയത്ത് മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾ കൊടുക്കത്തില്ല എന്നൊക്കെ പറഞ്ഞപ്പം അപ്പോൾ എന്ത് പറഞ്ഞു? കർത്താവേ, നായ്ക്കുട്ടികളും യജമാൻ്റെ മേശക്കീഴ് വീഴുന്ന അപ്പനുറുക്കുകളെ തിന്ന് ഭക്ഷിക്കുന്നല്ലോ എന്ന് പറഞ്ഞപ്പോഴാണ് കർത്താവ് പറഞ്ഞു, ഓ വണ്ടർഫുൾ, വാട്ട് എ ഗ്രേറ്റ് ഫെയ്ത്ത്, എത്ര വലിയ വിശ്വാസം. അപ്പം അങ്ങനെ 2 സ്ഥലത്താണ്. ഈ 2 സ്ഥലത്തിലും യേശു അടുത്തിരുന്നല്ല സൗഖ്യമാക്കിയത്, കൈതൊട്ട് പ്രാർത്ഥിച്ചല്ല, പിന്നെ ത്രൂ ദ വേർഡ്, തൻ്റെ വചനത്താൽ. 107-ാം സങ്കീർത്തനം 20-ാം ഭാഗം, അവൻ തൻ്റെ വചനമയച്ച് അവരെ സൗഖ്യമാക്കി. ദൈവത്തിന് സ്തോത്രം. ശതാധിപൻ്റെ കീഴിലുള്ള പട്ടാളക്കാരോട് കൽപ്പിക്കുമ്പോൾ അവർ അനുസരിക്കുന്നത് പോലെ ശതാധിപനറിയാം, കർത്താവ് കൽപ്പിച്ചാൽ ഈ രോഗശക്തിയൊക്കെ വിട്ടുപോകും, അല്ലേ? കർത്താവിന് രോഗത്തെ അമർ ചെയ്യാൻ കൽപ്പിക്കാൻ അധികാരമുണ്ടെന്ന് അവൻ വിശ്വസിച്ചു. ഇതെല്ലാം ദൈവവചനത്തിൻ്റെ ശക്തിയിൽ കൂടാണ് നടക്കുന്നത്. ദൈവത്തിന് വാട്ട് എ ട്രെമൻഡസ് ഫെയ്ത്ത്. ഈ മനുഷ്യൻ പ്രദർശിപ്പിച്ച വിശ്വാസം എത്ര വലുതാ. അതുകൊണ്ടാണ് കർത്താവ് അതിന് മേൽ അത്ഭുതപ്പെട്ടത് കേട്ടോ. ദൈവനാമത്തെ പ്രിയരെ, വളരെയധികം ആത്മീയ സത്യങ്ങളും ഉപദേശങ്ങളും ഒന്നും അറിയാതിരുന്ന ഈ ശതാധിപൻ ഇത്ര ഒരു വലിയ വിശ്വാസത്തിൻ്റെ ഉടമയായിരുന്നെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ വിശ്വാസം എത്ര വലുതായിരിക്കണം? ആണ്ടോ? 2000 വർഷത്തെ പാരമ്പര്യവും തുറക്കപ്പെട്ട വേദപുസ്തകമുള്ള നമുക്ക് എന്തെങ്കിലും ഉണ്ടോ പറയാൻ? നമ്മളെ നോക്കിയിട്ട് ഇന്നും കർത്താവ് പറയല്ലേ, നിന്റെ വിശ്വാസം എവിടെ? അല്ലേ? ശിഷ്യന്മാരോട് ചോദിച്ചതാ കേട്ടോ. മാർക്കോസ് 4:40 നോ ഫെയ്ത്ത്, വിശ്വാസം ഇല്ലയോ? തീർന്നില്ല. മത്തായി 14:30 വരുമ്പോഴത്തേക്ക് ലിറ്റിൽ ഫെയ്ത്ത്, അല്പവിശ്വാസികളെ എന്ന് കർത്താവ് ചോദിച്ചു. ഇതാണോ നമ്മളോട് ഇന്ന് ചോദിക്കുന്നേ? അങ്ങനെയാണെങ്കിൽ വിനയപ്പെടാം. നമുക്ക് ദൈവത്തോട് പറയാം. ലൂക്കോസ് 17:5 പറയുന്ന പോലെ, കർത്താവേ, ഞങ്ങൾക്ക് വിശ്വാസം വർദ്ധിപ്പിച്ചു തരണേ എന്ന് പ്രാർത്ഥിക്കും. വിശ്വാസമില്ലെങ്കിൽ എന്തുകൊണ്ട് ഫലം? വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ആർക്കും കഴിയത്തില്ല. വിശ്വസിക്കുന്നവന് വേണ്ടി കർത്താവ് പ്രവർത്തിക്കും കേട്ടോ. എന്താ? ആ നിമിഷത്തിൽ തന്നെ സൗഖ്യം. എൻ്റെ വിശ്വാസം എങ്ങനെയുണ്ട്? ശാന്തമായി പരിശോധിക്കുമോ? വിശ്വാസം വലിയ വിഷയം. വിശ്വാസം ഉള്ളവരായിരിക്കും, വിശ്വാസത്തിൽ നിലനിൽക്കുന്നവരായിരിക്കും, വിശ്വാസത്തിൽ വളരുന്നവരായിരിക്കും. വാട്ട് എ വണ്ടർഫുൾ ഫെയ്ത്ത്, വാട്ട് എ ഗ്രേറ്റ് ഫെയ്ത്ത്. എത്ര വലിയ വിശ്വാസം, എത്ര മഹത്തായ വിശ്വാസം. അന്നൊരിക്കലെങ്കിൽ കർത്താവിന് പറയാനൊക്കുമോ നമ്മളെക്കുറിച്ച്? ജീവിതത്തിൻ്റെ നാളുകൾ ഓരോ ദിവസവും പിന്നിടുമ്പോൾ കർത്താവേ സ്തോത്രം, ഭക്തനായ ദൈവദാസൻ പാടിയതുപോലെ പാടാൻ കഴിയണം. ഇന്നലേക്കാൾ ഇന്ന് ഞാൻ പ്രിയൻ നാടിനോട് ഏറ്റവും അടുത്തത് എനിക്ക് ഏറ്റവും അല്ലേ? ഇന്നലേക്കാൾ ഇന്ന് ഞാൻ. എത്ര ഭാഗ്യം. ദൈവകൃപയിൽ വളരുന്നുണ്ടോ? വിശ്വാസത്തിൽ വളരുന്നുണ്ടോ? ശോധന ചെയ്യാൻ ഇടയാകട്ടെ. ജീവിതത്തിൻ്റെ പ്രതിസന്ധിയുടെ നടുവിൽ തളർന്നു പോകാതെ ശക്തിയുള്ള, ശക്തനായ, വലിയവനായ ദൈവത്തിൻ്റെ കരങ്ങളിൽ നിന്ന് അനുഗ്രഹങ്ങളും വിടുതലുകളും ഏറ്റുവാങ്ങി ആയുസ്സിന നാളുകൾ ധന്യമായി തീരാൻ ഈ സമൂഹത്തിൽ നല്ല സ്വഭാവത്തിൻ്റെ ഉടമകളായി, വിനയത്തിൻ്റെ ഉടമകളായി, മറ്റുള്ളവനെക്കുറിച്ച് കരുതലുള്ളവരായി, നല്ല വിശ്വാസമുള്ളവരായി, തന്നെത്താൻ ഒന്നിലും പ്രശംസിക്കുന്നവരായിട്ടല്ല, മറ്റുള്ളവൻ്റെ മുമ്പിൽ വലുതനാണെന്ന് കാണിക്കാനുള്ള പ്രവണതയിലല്ല, തന്നതെല്ലാം ദൈവത്തിൻ്റെ ദാനം, എല്ലാം ദാനമല്ലേ കർത്താവേ. കണ്ണുനീരോടെ ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്താൻ ഇടയാകട്ടെ. അങ്ങനെയാണെങ്കിൽ ആ മാതൃക പിന്തുടരാൻ കർത്താവേ നിന്റെ കരങ്ങളിൽ അടിയങ്ങളെ സമർപ്പിക്കുന്നു. വലിയ വിശ്വാസത്തിൻ്റെ ഉടമകളായിരിക്കാൻ കൃപ തരണേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എത്ര പേര് പ്രാർത്ഥിക്കും? കണ്ണുകളടയ്ക്കാം, തലകണ് മടക്കാം. നിത്യനായ ദൈവമേ, സ്വർഗപിതാവേ, അവിടുത്തെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വമുള്ള നാമത്തിൽ ഈ മണിക്കൂറുകളിൽ നീയൊക്കെ തരുന്ന എല്ലാ നന്മകൾക്ക് ആയുസ്തോ. താവേ, ഈ പുതിയ ദിവസങ്ങളിൽ ഞങ്ങൾ നിന്റെ സന്നിധി വിനയപ്പെട്ട് കരുണയ്ക്ക് വേണ്ടി അപേക്ഷിക്കുമ്പോൾ വിശ്വാസത്തിൽ ധന്യതയുള്ളവരായി,
വലിയ വിശ്വാസത്തിൻ്റെ ഉടമകളായി ഞങ്ങളെ നീ തീർക്കണേ എന്ന് പ്രാർത്ഥിക്കും. അപ്പം തന്നെ ഞങ്ങളുടെ ജീവിതം പരിശോധിക്കുമ്പോൾ കർത്താവെ, മറ്റുള്ളവരെക്കുറിച്ച് കരുതലുള്ളവരാണോ, വിനയമുള്ളവരാണോ, തന്നെത്താൻ പ്രശംസിക്കുന്നവരാണോ എന്നൊക്കെ ചിന്തിക്കാൻ ഞങ്ങളെ ഇടയാക്കണം. ആ മേഖലയിൽ ഞങ്ങൾക്ക് കറക്ഷൻസ് വേണം. അതൊന്ന് കറക്റ്റ് ചെയ്തുകൊണ്ട് ഞങ്ങളുടെ ജീവിതം മുന്നോട്ടുള്ള ദിവസങ്ങളിൽ പുതിയ അധ്യായം തുറക്കാൻ, ഞങ്ങളെക്കൊണ്ട് ജീവിതങ്ങളുടെ വിടുതലും നന്മയും പ്രാപിപ്പാൻ, തിരുനാമത്തിൽ കൂടെ മഹത്വപ്പെടാൻ എല്ലാവരെയും ഇടയാക്കണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കും. നിന്റെ കൃപയിൽ അതിനം കേട്ട എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് പരിവർത്തിക്കുന്നു. നിന്റെ നാമം നിമിത്തം നീതിപാതകൾ നടത്തും ദൈവം കൂടെ ഇരുന്ന് മുന്നോട്ട് അനുഗ്രഹകരമായി ജീവിതാന്തരീക്ഷങ്ങളിൽ ദൈവകൃപ പകർന്ന്, ദൈവശക്തി പകർന്ന് സ്വർഗം മഹത്വമെടുക്കുന്ന ശുശ്രൂഷയിൽ എല്ലാവരെയും പ്രയോജനപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അന്ധകാരം ഭൂമിയെ കൂരിട്ട് ജാതിയെ മൂടിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ചെറിയ ആയുസ് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടാൻ, മറ്റുള്ളവർക്ക് പ്രയോജനകരമായി തീരാൻ, വല്ല വിധേനയും ഒരു വ്യക്തിക്ക് കൂടെ വിടുതലായി തീരാൻ, ആയുസിൻ്റെ നാളുകളെ ധന്യമാക്കി തീർക്കാൻ എല്ലാവരെയും നീ അതിലേക്ക് നടത്തണമെന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. വിശ്വാസത്തിൽ ക്ഷീണിച്ചു പോകാതെ ബലപ്പെട്ടവരായി ഉന്നതമായ വിശ്വാസത്തിൻ്റെ മേഖലയിൽ, ശ്രേഷ്ഠകരമായ വിശ്വാസത്തിൻ്റെ മേഖലയിൽ, ആ ഗ്രേറ്റ് ഫെയ്ത്ത്, വലിയ വിശ്വാസത്തിൽ എല്ലാവരെയും കാക്കണം. എൻ്റെ വരവിനായി ഒരുക്കണമേ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ അടിയങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. ഈ വചനങ്ങൾ നിങ്ങൾക്കേവർക്കും അനുഗ്രഹമായെന്ന് വിശ്വസിക്കുന്നു. ഇതേക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. അതോടൊപ്പം പ്രാർത്ഥനാ വിഷയങ്ങൾക്കും കൗൺസിലിംഗ് ആവശ്യങ്ങൾക്കുമായി സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പർ, ഇമെയിൽ അഡ്രസ് എന്നിവയിൽ ഞങ്ങളെ ബന്ധപ്പെടുക. ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു. Indie Culture.